ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പൊന്നാനിയിലാണ്. പൊന്നാനി CV ജംഗ്ഷനിൽ. അപ്പോൾ ഈ ഭാഗത്തേക്കൊക്കെ വന്നിട്ട് കുറച്ചായി. അപ്പോൾ നമുക്ക് ഈ ഭാഗത്തു നിന്നുള്ള പുതിയ മാറ്റങ്ങൾ, കാഴ്ചകൾ, ഹൈവേൻ്റെ വർക്കുകളൊക്കെ എന്തായി നോക്കാം. ഈ CV ജംഗ്ഷനിൽ തന്നെ വലിയൊരു ഫ്ലൈ ഓവറാണ് വന്നിട്ടുള്ളത്. ഈ ഫ്ലൈ ഓവറിൻ്റെ താഴ്ഭാഗത്തു നിന്നാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് പുതുപൊന്നാനി ഭാഗം വരെയാണ് പോകുന്നത്. നോക്കാം കാഴ്ചകളൊക്കെ എന്തൊക്കെയാണ്, പുതുതായിട്ട് വന്നിട്ടുള്ള മാറ്റങ്ങൾ നോക്കാം. അപ്പോൾ ഇതാണ് ഫ്ലൈ ഓവറിൻ്റെ താഴ്ഭാഗത്തു നിന്നുള്ള ഒരു കാഴ്ച. ഇവിടെ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യുന്ന സ്പോട്ടായിട്ട് മാറിയിട്ടുണ്ട്. ഇവിടെ കാണാം, അങ്ങോട്ടൊക്കെ ഇങ്ങനെ വെള്ളം ചളിയൊക്കെ ആയിട്ട് കിടക്കുകയാണ്. ഈ ഭാഗത്ത് കുറേ കച്ചവടങ്ങളും അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ഓരോ സംഭവങ്ങളാണ്. വണ്ടികളാണ് അധികം പാർക്ക് ചെയ്യേണ്ടത്. ഇവിടെ മീൻ കച്ചവടം വരെ ഉണ്ട്. ഇതിൻ്റെ അപ്പുറത്ത് ഭാഗത്ത് പുതുതായിട്ടൊരു വഴിയൊക്കെ റോഡ് കടന്നു പോകുന്ന രീതിയിൽ ആയിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം, അവിടെയുള്ള കാഴ്ചകൾ എന്താ നോക്കാം. ഇതിൻ്റെ മുകൾ ഭാഗത്തൊക്കെ ഫുൾ വർക്ക് കഴിഞ്ഞ് കംപ്ലീറ്റ് ആയതൊക്കെ നമ്മൾ കാണിച്ചിരുന്നു. അപ്പോൾ താഴ്ഭാഗത്താണ് ഇനി കുറച്ചൊക്കെ വർക്കുകളൊക്കെ നടക്കുന്നത്, കാണാനുള്ളത്. അപ്പോൾ അങ്ങോട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അപ്പുറത്തെ ഞങ്ങൾ കണ്ടില്ലേ, ചളി നിറഞ്ഞു കിടക്കുകയാണ് ആ ഭാഗത്തൊക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ എടപ്പാൾ ഭാഗത്തേക്കൊക്കെ പോകുന്ന വഴിയാണ് അങ്ങോട്ടുള്ളത്. ഇങ്ങോട്ട് പൊന്നാനി ടൗൺ ഭാഗങ്ങളിലേക്ക് പോകുന്ന വഴി. കുറച്ചുകൂടെ ഇങ്ങോട്ട് വരുമ്പോൾ കാണാം, ഇവിടെ തിരൂർ ഭാഗത്തേക്ക് പോകുന്ന ഈ സൈഡിലുള്ള ഭാഗത്തൊക്കെ ഡ്രൈനേജിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട്. ഡ്രൈനേജിൻ്റെ വർക്ക് നടക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ മണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാരിക്കൂട്ടിയതൊക്കെ കാണാം. ലെവൽ ചെയ്യുന്നതാണ്. അത് കഴിഞ്ഞാലാണ് അവിടുത്തെ സർവീസ് റോഡിൻ്റെ വർക്കുകളൊക്കെ. സർവീസ് റോഡല്ല, പഴയ റോഡാണത്. സർവീസ് റോഡിലേക്ക് വന്ന് കയറുന്ന, ഹൈവേയിലേക്ക് വന്ന് കയറുന്ന ഭാഗമാണ് അവിടെ. അപ്പോൾ ആ ഭാഗത്തേക്കൊക്കെ റോഡ് ടാറിങ്ങൊക്കെ ഇനി ചെയ്യാനുണ്ട്. അതിൻ്റെ മുന്നേ ഉള്ള ഇവിടെ ഡ്രൈനേജിൻ്റെ വർക്കാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഇവിടെ കുറേ മണ്ണ് കൂട്ടിയിട്ടിരുന്ന് ഇവിടെ നിന്നൊക്കെ കൊണ്ടുവന്നുള്ള വേസ്റ്റായിട്ടുള്ള മണ്ണുകൾ ഇവിടെ ആയിരുന്നു സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് കുറേ കൊണ്ടുപോയിട്ടുണ്ട്. ഇവിടെ കാണാം. ഇപ്പോൾ അതിലൂടെയുള്ള വാഹനങ്ങൾ, അവിടെ നിന്നുള്ള വാഹനങ്ങൾ മാത്രമാണ് ഇങ്ങോട്ട് തിരൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളാണ് അങ്ങോട്ടുള്ള ഈ വഴി കടത്തിവിടുന്നത്. അപ്പോൾ തിരൂർ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ ഈ പാലത്തിൻ്റെ താഴ്ഭാഗത്തൂടെ ഇങ്ങനെ കടന്നിട്ടാണ് ഇപ്പോൾ ഇങ്ങോട്ടൊക്കെ പോകുന്നത്. ഇതാണ്, ഈ വഴിയാണ് ഇപ്പോൾ കടന്നു വരുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ വന്നിട്ട് ഇതിലൂടെയാണ് ചെമ്പ്രവട്ടം ഭാഗത്തേക്കോ എടപ്പാൾ ഭാഗത്തേക്കൊക്കെ പോകുന്ന വാഹനങ്ങൾ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ചാനലിൽ വളരെ കുറഞ്ഞ സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ. അപ്പോൾ നിങ്ങളോട് പറയുന്നുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് യാത്രകൾ മുന്നോട്ട് സാധ്യമാവുകയുള്ളൂ. കഴിഞ്ഞ കോഴിക്കോട് വീഡിയോ 2 വീഡിയോകൾ ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം ഞാൻ. അപ്പോൾ അതിലൊക്കെ വളരെ വ്യൂ കുറവാണ്. അപ്പോൾ കാണുന്നവരൊക്കെ ഒരു ലൈക്കും കമൻറ്റൊക്കെ തന്നാൽ വലിയൊരു സപ്പോർട്ടായിരിക്കും മുന്നോട്ടുള്ള യാത്രകൾക്ക്. അപ്പോൾ ദൂരസ്ഥലങ്ങളിലൊക്കെ പോയി വീഡിയോ എടുക്കാൻ ആഗ്രഹമുണ്ട്. വളരെ വ്യൂ കുറഞ്ഞതുകൊണ്ടാണ്. അപ്പോൾ നമുക്കിനി മുന്നോട്ട് പോയി നോക്കാം. ഇതാണ് നമ്മുടെ പൊന്നാനി CV ജംഗ്ഷനിൽ നിന്നുള്ള ഒരു കാഴ്ചകൾ. അപ്പോൾ നമുക്ക് പുതുപൊന്നാനി ഭാഗത്തേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ പോയി നോക്കാം. ജംഗ്ഷനിൽ നിന്ന് ഇങ്ങനെ വരുന്ന വഴിയിൽ കണ്ടതാണ്. ഇവിടെ ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ കട്ട വിരിക്കുന്നുണ്ട്. ഇവിടെ ഒരു കോൺക്രീറ്റിന്റെ ചെറിയൊരു മതിൽ കൊടുത്തതിന്റെ ശേഷം ഇതിന്റെ ഇപ്പുറത്താണ് ഇവര് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് കട്ട വിരിക്കുന്നത്. കുറെ ഭാഗത്തൊക്കെ താഴ്ന്നു പോയിട്ടുണ്ട്. കുറച്ച് ഭാഗത്തൊക്കെ ഇനിയും ചെയ്യാനൊക്കെ ഉണ്ട്. അങ്ങോട്ടൊക്കെ ഇങ്ങനെ കട്ട വിരിച്ച് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. മുൻഭാഗത്തേക്ക് ഇങ്ങനെ അവിടെ ആ ജംഗ്ഷനിൽ നിന്ന് ഇങ്ങോട്ട് വരെ ഈ വഴിയിലൊക്കെ ഇങ്ങനെ കട്ട വിരിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോൾ ആണെന്നൊരു ഭാഗം ഇവിടെ നല്ല രീതിയിലൊക്കെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. വാഹനങ്ങളൊക്കെ നല്ല വേഗത്തിൽ നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട്. പക്ഷേ ഈ ജംഗ്ഷന് ഇവിടെ ഒരു എക്സിറ്റാണ്, ഹൈവേയിൽ നിന്നുള്ള ഒരു എക്സിറ്റാണ്. ഈ ഭാഗത്തൂടെ അങ്ങോട്ടും വാഹനങ്ങൾ കയറി പോകുന്നുണ്ട്. ഇപ്പോൾ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും അങ്ങനെ തന്നെയാണ്. ഇവിടെ കണ്ടില്ല ഒരു ഓട്ടോ വരുന്നത്, അങ്ങനെയുള്ള ഒരു
വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കടക്കുന്ന ഒരു പോയിന്റ് കൂടെ കാറ് വരുന്നുണ്ട്. ഇതാണ്. അപ്പൊ ഇങ്ങനെ വാഹനങ്ങൾ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും എന്നുള്ള ഒരു ഐഡിയ ഇല്ല. അവിടുന്ന് ഇങ്ങോട്ട് വാഹനങ്ങൾ ഓപ്പോസിറ്റ് സൈഡിലൂടെയാണ് ഇപ്പൊ കടന്നു വരുന്നത്. അതുകൊണ്ടായിരിക്കാം ഇവിടെ ഒരു ജംഗ്ഷൻ പോലെയാണ് ഇപ്പോൾ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാഹനങ്ങൾ ഇറങ്ങി കയറി പോകുന്നുണ്ട്. പുളിക്കൽ കടവ് റോഡ് അങ്ങോട്ട്. അപ്പോൾ നമുക്ക് ഇനി മറ്റു ഭാഗങ്ങളിലേക്കൊക്കെ പോയി നോക്കാം. ഈ ജംഗ്ഷൻ എന്തായി ഇങ്ങനെ ചെയ്ത് അറിയില്ല. അവിടെ വർക്ക് നടക്കുന്നതുകൊണ്ടായിരിക്കാം, ഒരു പക്ഷേ ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്യാത്തതുകൊണ്ടായിരിക്കാം അങ്ങനെ ചില ഭാഗങ്ങളിലൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഈ ഭാഗത്തൊക്കെ ചെറിയ വർക്കുകളൊക്കെ ഉണ്ട്. ഇവിടേക്ക് വരുമ്പോൾ നമുക്ക് ക്രാഷ് ബാരിയറിൻ്റെ ഭാഗത്ത് കുറച്ച് വർക്കുകളൊക്കെ കാണുന്നുണ്ട്. ക്യാമറൻ്റെ ഭാഗത്ത് ഇവിടെ പെയിൻറ്റിങ് അങ്ങനെയുണ്ട്, ക്രാഷ് ബാരിയർ പെയിൻറ്റിങ്. അപ്പോൾ ഇവിടെ ക്രോസ് ചെയ്യുന്ന വാഹനങ്ങൾ നല്ലോണം ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഈ ഭാഗത്തു നിന്ന് നല്ല സ്പീഡിൽ വരുന്ന വാഹനങ്ങളായിരിക്കും. പെട്ടെന്നായിരിക്കും ഇവിടെ ക്രോസ് ചെയ്യുമ്പോൾ അപകടം വരാൻ സാധ്യതയുണ്ട്. കറക്റ്റായിട്ടാണ് ഈ വാനൊക്കെ വന്നത്. പക്ഷേ കുറേ വാഹനങ്ങൾ ഇവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കയറുന്നതുകൊണ്ട് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ ഓട്ടോ ഇങ്ങോട്ട് കിടക്കുകയാണ്, അവിടുന്ന് ഒരു ഓട്ടോ ഇങ്ങോട്ട് വരികയാണ്. അപ്പോൾ ആ സമയത്ത് ഇവിടുന്ന് വാഹനങ്ങൾ സ്പീഡിൽ വരികയാണെങ്കിൽ ചെറിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ അവിടുന്ന് വരുന്ന ആളുകൾക്ക് അറിയില്ല ഈ ഭാഗത്ത് ഇങ്ങനൊരു വാഹനങ്ങൾ കടക്കുന്നൊരു ജംഗ്ഷനാണെന്ന്. അപ്പോൾ ശ്രദ്ധിച്ചാണ് ഇങ്ങനെയുള്ള ഭാഗത്തൊക്കെ ആളുകൾ കടക്കേണ്ടത്. ഇവിടെയും കാണാം നമുക്ക് ടൈല് വിരിച്ചത്. ഇങ്ങനെ ഫുള്ളായിട്ട് അങ്ങോട്ട് മുൻഭാഗത്തേക്ക് കുറേ ഭാഗത്തേക്ക് ടൈല് വിരിച്ചിട്ടുണ്ട്. ഇവിടെ സൈഡ് ഭാഗം ക്ലിയർ ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള വർക്കുകളൊക്കെ ബാക്കിയുണ്ട്. മണ്ണൊക്കെ എടുത്ത് മാറ്റാനുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള വർക്കുകളൊക്കെ ഇനിയുണ്ട്. അപ്പോൾ നോക്കാം മുന്നോട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഉറൂബ് നഗർ. ഇവിടെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ CV ജംഗ്ഷനിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ വാഹനങ്ങൾ കണ്ടില്ല, ഒരു കാറ് കിടക്കുന്നത്. ഇവിടുന്ന് ശരിക്കും വാഹനങ്ങൾ ഹൈവേയിലേക്ക് കയറാനുള്ള ഒരു വഴി ഇതാണ്. ഇങ്ങനെ ഒരുപാട് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എക്സിറ്റ് എൻട്രി ഒക്കെ എടുക്കുന്നത് അവർ തോന്നുന്ന പോലെ. അങ്ങനെ ആകുമ്പോൾ പ്രശ്നം എന്താ പറഞ്ഞാൽ ഈ ഫൈബറിൻ്റെ ഈ ക്രഷ് ബാരിയർ വെച്ചത് ഇത് പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ ആക്സിഡൻറ്റുകൾ ഉണ്ടാവാനും സാധ്യതയുണ്ട്. അപ്പോൾ കഴിയുന്ന അത്രയും ആളുകൾ കറക്റ്റ് ലൈൻ ട്രാഫിക്കൊക്കെ ഫോളോ ചെയ്ത് ഇനിയുള്ള യാത്രകളൊക്കെ നല്ലതായിരിക്കും. ഇവിടെ നമുക്ക് മറ്റൊരു കാഴ്ച എന്താ പറഞ്ഞാൽ നമ്മുടെ ഹൈവേൻ്റെ സർവീസ് റോഡിൻ്റെ ഭാഗത്ത് 2 ലൈനായിട്ടുള്ള രീതിയിൽ ലൈൻ മാർക്കിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇത് എല്ലായിടത്തും അങ്ങനെ കണ്ടില്ല. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ നമ്മൾ കക്കാട് ചെയ്ത സമയത്തൊക്കെ ഹൈവേൻ്റെ സർവീസ് റോഡിൻ്റെ ഭാഗത്ത് വളരെ വീതി കുറവാണെന്നൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പം ഈ വരുന്ന വാഹനം കണ്ടില്ല നിങ്ങൾ, ഈ കടന്നു പോകുന്ന വാഹനത്തിൻ്റെ ഒരു സൈഡിൽ പോകുന്ന അത്രയും വീതി മാത്രമാണ് അവിടെയൊക്കെ ഉള്ളത്. ഇവിടെ 2 വാഹനങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് കടന്നു പോകാം. ഒരു 2 ലൈനായിട്ട് അതിനെ സെൻറ്ററിൽ ഒരു ലൈനായിട്ട് കൊടുത്തതുകൊണ്ട് കറക്റ്റായിട്ട് 2 വാഹനങ്ങൾക്ക് കടന്നു പോകാനുള്ള ഒരു വീതിയൊക്കെ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, പല ഭാഗങ്ങളിലും പല രീതിയിലുള്ള അളവിലുള്ള രീതിയിലാണ് സർവീസ് റോഡുകളും കൊടുത്തിട്ടുള്ളത്. പിന്നെ സുഹൃത്തുക്കളെ, നിങ്ങളുടെ കമൻസുകളൊക്കെ ഞാൻ വായിക്കാറുണ്ട്. സ്ഥിരമായിട്ട് കമൻ്റ് ഇടുന്ന കുറച്ച് പേരൊക്കെ ഉണ്ട്. അവരൊക്കെ ഞാൻ നോട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവരും കമൻസുകളും ഞാൻ വായിക്കാറുണ്ട്. കുറച്ച് പേര് പെട്ടെന്ന് മനസ്സിലാകും, അവരുടെ പ്രൊഫൈൽ ഐക്കണ് മനസ്സിലായതുകൊണ്ടാണ്. അഷ്റഫ് എന്ന് പറഞ്ഞ ഒരാൾ, കുറച്ച് പേരൊക്കെ അധിക പേരും പ്രവാസികളായിരിക്കും തോന്നുന്നത്. അവരുടെ നാടിൻ്റെ മാറ്റങ്ങൾ കാണുമ്പോൾ വളരെ സന്തോഷത്തോടെയാണ് അവർ കമൻറ്റിലൂടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുന്നത്. തുടർന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇനി വലിയൊരു വർക്കുകളൊന്നും കാണുന്നില്ല. ഫിനിഷിങ് വർക്കുകളാണ് കൂടുതലായിട്ട് വരാനുള്ളത്. ഇപ്പം നമ്മൾ ഈ നടന്നു പോകുന്ന ഇതിൽ ഒരു ബീമാക്കി ഇട്ടതാണ്. ഇവിടെ കോൺക്രീറ്റിൻ്റെ ഒരു ബീം പോലെ ക്രാഷ് ബാരിയറിൻ്റെ ഭാഗത്ത്, ഈ ഭാഗത്തെ മുകൾ ഭാഗത്ത് കുറേ വേസ്റ്റുകളുണ്ട്. അവിടെ കുറച്ച് മുൻഭാഗത്താണ് ഇപ്പോൾ അവർ ക്രാഷ് ബാരിയറിന് പെയിൻറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഭാഗത്ത് പെയിൻറ്റിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് ഒരു ചെറിയൊരു പാലം പോലെയാണ്, നമ്മുടെ കനോലി കനാലിൻ്റെ അങ്ങോട്ടാണ് എത്താറായിട്ടുണ്ട്. അതിൻ്റെ ഭാഗത്താണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഇനി അവിടെ നിന്നുള്ള ഭാഗത്താണ് പെയിൻറ്റിങ് ഒക്കെ നടക്കുന്നത്. അങ്ങനെയുള്ള വർക്കുകളൊക്കെ. പിന്നെ ഈ ഭാഗത്താണ് കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പുതുപൊന്നാനി ഭാഗത്താണ് 2 ലൈനായിട്ട്
വരുന്നൊരു പാലൊക്കെ, പഴയ പാലം റീവർക്കൊക്കെ ചെയ്തൊരു സ്പോട്ട് വരുന്നത് നമ്മുടെ കൂരിയാട് ഭാഗത്തും ഇതുപോലുള്ള ഒരു പാലം വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മലപ്പുറം ജില്ലേൻ്റെ ഭാഗത്ത് കുറച്ച് ഭാഗത്തൊക്കെ പഴയ പാലങ്ങൾ റീവർക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ ഭാഗങ്ങളിലൊക്കെ വാഹനങ്ങൾക്ക് കുറച്ച് വീതി കുറവൊക്കെ ആയിരിക്കും. ഹൈവേയില് നമ്മൾ വിചാരിക്കും കട്ട വിരിച്ചിട്ടില്ല എന്ന്. ഇവിടെയും കട്ട വിരിച്ചൊരു ഭാഗമാണ്. ഇതിന് മുകളിലാണ് ഈ മണ്ണ് കൊണ്ടുവന്ന് തട്ടിയിരിക്കുന്നത്. എന്താ ഇങ്ങനെ ചെയ്തോ അറിയില്ല. നല്ല വൃത്തിയായിട്ട് കട്ട വിരിച്ച ഭാഗത്ത് ഫുള്ളായിട്ട് ഇതുപോലെ എംസാൻഡ് തട്ടിയ പോലെ ഒരു കാണുന്നത് ഈ കോറി വേസ്റ്റ്. അത് ഇവർ ക്ലിയർ ചെയ്യാനുള്ളതായിരിക്കും. പക്ഷെ ഇത് അതുപോലെ കിടക്കുകയാണ്. ഇപ്പം മഴ പെയ്തോടെ അതുവരെ ഫുള്ളായിട്ട് അടിഞ്ഞു കിടക്കുന്ന ഒരു കാഴ്ചയാണ്. കണ്ടില്ലേ, ഇവിടെയൊക്കെ ഫുള്ളായിട്ട് കട്ട വിരിച്ചൊരു ഭാഗമാണ്. അതിങ്ങനെ ഡയറക്റ്റായിട്ട് കാണുമ്പോൾ ഒരു വൃത്തിയാണ്, നമുക്ക് നടന്നു പോകാനൊക്കെ നല്ലൊരു അടിപൊളിയായിരിക്കും. പക്ഷേ ഇതിൻ്റെ മുകളിൽ ഫുള്ളായിട്ട് ഈ കോറി വേസ്റ്റ്, എംസാൻഡിൻ്റെ വേസ്റ്റാണ് ഇത് തട്ടിയിരിക്കുന്നത്. അത് എടുത്ത് മാറ്റിയിട്ടില്ല. അപ്പം നമുക്ക് ഇനി മറ്റുള്ള കാഴ്ചകൾ എന്താ നോക്കാം. പുതിയ കണ്ടില്ലേ, ഈ സ്കൂൾ വാനൊക്കെ തിരിക്കണേ. ഇതാണ് പറഞ്ഞത്, വലിയൊരു അപകടം ഉണ്ടാവും ഇങ്ങനെയൊക്കെയുള്ള ഓപ്പോസിറ്റ് വാഹനങ്ങൾ പോവുകയാണെങ്കിൽ. തോന്നുന്ന പോലെയൊക്കെയാണ് ആളുകൾ ഇപ്പോൾ വാഹനങ്ങൾ എടുക്കുന്നത്. അങ്ങനെ ആകുമ്പോഴാണ് പ്രശ്നങ്ങൾ കൂടുക. ഇപ്പോൾ കമൻസിൽ എഴുതാൻ സാധ്യതയുണ്ട്, വർക്ക് കഴിയാത്തതുകൊണ്ടാണ്. ശരിയാണ്, വർക്ക് കഴിയാത്തതുകൊണ്ടാണ്. വർക്ക് കഴിഞ്ഞ ഭാഗത്തെങ്കിലും നിയമം അനുസരിച്ച് വാഹനം ഓടിക്കുക വളരെ നല്ലതായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ പിന്നെ ആ ഒരു ശീലം തന്നെ എല്ലാ ഭാഗത്തും ശീലിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആക്സിഡൻറ്റുകളൊക്കെ കൂടും. അപ്പോൾ ഈ ഭാഗത്ത് കുറച്ച് ഭാഗത്ത് ഇനിയൊരു ക്ലിയർ ചെയ്യാനുണ്ട്. ഇവിടെ കാണാം നമുക്ക് അങ്ങനെയുള്ള വർക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാനുള്ളത് പുതുപൊന്നാനി ഭാഗത്തേക്ക്. അപ്പോൾ നമ്മൾ കനോലി കനാലിൻ്റെ കുറുകെയുള്ള ഈ പാലത്തിൻ്റെ മുകളിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ പഴയ പാലം തന്നെയാണ്. ഈ പഴയ പാലത്തിൻ്റെ സൈഡിലുള്ള ക്രഷ് ബാരിയറുകളൊക്കെ ഒന്ന് റീവർക്ക് ചെയ്യുന്നുണ്ട്, കുറച്ച് ഹൈറ്റ് കൂട്ടുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ കാണാൻ നമുക്ക് ഇങ്ങനെ കമ്പികളൊക്കെ പൊങ്ങിക്കിടക്കുന്നത്. ഇതിൻ്റെ മുകളിലൂടെ വീണ്ടും ഒരു ഹൈറ്റ് കൂട്ടിയിട്ട് കോൺക്രീറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അവിടെ ചെയ്തതൊക്കെ കാണാം നമുക്ക്. ഈ ഭാഗത്തൂടെ ഇപ്പോൾ വാഹനങ്ങൾ കടന്നു പോകുന്നില്ല. അവിടെ പോയി നോക്കിയാലേ അറിയുള്ളൂ എന്താണെന്നറിയില്ല. ആ ഭാഗത്ത് ഇപ്പോൾ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുന്നേ നമ്മൾ വീഡിയോ ഒക്കെ എടുക്കാൻ വന്ന സമയത്ത് ഇതിലൂടെയൊക്കെ വാഹനങ്ങൾ കടന്നു പോയിരുന്നു. പെട്ടെന്ന് വെയിലൊക്കെ പോയി, മഴയുള്ളൊരു സമയമല്ലേ. അപ്പോൾ ഇവിടെ ലൈറ്റിൻ്റെ കാലിന് വേണ്ടിയിട്ടുള്ളൊരു ഗ്യാപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അങ്ങോട്ട് കുറച്ചും കൂടെ മുന്നോട്ട് പോയി നോക്കാം. ആ ഭാഗത്തൊക്കെ ഈ വരുന്ന ക്രാഷ് ബാരിയറിൻ്റെ ഭാഗത്ത് കുറച്ച് ക്രാഷ് ബാരിയറിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടില്ല. അവിടെ അതിൻ്റെ കമ്പികൾ മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കാം. ആണ് ഇവിടെ ഈ സൈഡിക്ക് സർവീസ് റോഡിൻ്റെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ കൊല്ലൻപടി ഭാഗത്തേക്ക് കഴിഞ്ഞ ഒരു വീഡിയോ എടുക്കാൻ വന്ന സമയത്ത് നമ്മളവിടെ താഴേക്ക് പോയതാണ്. അവിടെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്നതാണ്. ഇവിടെ ഒരു ബസ് സ്റ്റോപ്പൊക്കെ വന്നിട്ടുണ്ട്. ബസ് സ്റ്റോപ്പിന് പേരൊന്നും കൊടുത്ത് കാണില്ല. ബസ് സ്റ്റോപ്പിൻ്റെ താഴ്ഭാഗത്തൊക്കെ വിരിക്കാൻ വേണ്ടിയുള്ള ടൈലുകളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള വർക്കുകളൊക്കെ തുടങ്ങാനുള്ള പ്ലാനിങ്ങിൽ വെച്ചിട്ടുണ്ട് കാണാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ക്രാഷ് ബാരിയറിൻ്റെ വർക്ക് ഇവിടെ നടക്കുന്നുണ്ട്. ക്രാഷ് ബാരിയറിൻ്റെ വർക്ക് നടന്നുകൊണ്ട് ഈ ഭാഗത്ത് കുറച്ചൊരു ഗ്യാപ്പുണ്ട്. രണ്ട് റോഡ് കൂടെ തമ്മിലുള്ള ഒരു വ്യത്യാസം. പഴയ റോഡ് ആയിരുന്നു ആ ഭാഗത്ത്. അതിൻ്റെ ശേഷം പുതിയ ഹൈവേ ഇവിടെ പണിതതാണ്. അപ്പോൾ പഴയ പാലത്തിൻ്റെ ഭാഗത്ത് ഇപ്പോൾ വർക്കുകൾ നടക്കുന്ന പറഞ്ഞാൽ ജോയിൻറ്റിങ്ങിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ വാഹനങ്ങൾ അതിലെ കടന്നു പോവാത്തത്. അപ്പോൾ ഇതിന് മുന്നേയൊക്കെ അവർ വാഹനങ്ങൾ കടന്ന് പോയത് ഇതുപോലുള്ള ജോയിൻറ്റിങ് ചെയ്യാണ്. നല്ല രീതിയിലുള്ള ജോയിൻറ്റിങ് വർക്കാണ് ഇനി നടക്കാനുള്ളത്. അപ്പോൾ അതിനു വേണ്ടി ഇവിടെ കോൺക്രീറ്റ് ചെയ്ത ഭാഗം തന്നെ പൊട്ടിച്ചെടുക്കുന്നുണ്ട്. താഴ്ഭാഗത്തേക്ക് പോവാത്തത് നന്നായി കണ്ടില്ലേ, ചളി പിടിച്ച് കിടക്കണേ. അപ്പോൾ അവിടെയൊക്കെ പാലത്തിൻ്റെ ജോയിൻ്റ് വരുന്ന ഭാഗത്തൊക്കെ ജോയിൻറ്റിങ്ങിനുള്ള വർക്ക് നടക്കുന്നുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ കോട്ടക്കൽ ബൈപ്പാസിലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ചില ഭാഗത്ത് ചെയ്തിട്ടില്ല. അതുകൊണ്ടായിരുന്നു വിണ്ട് കീറിയൊരു ഭാഗങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നത്. അപ്പോൾ ഇത് പഴയ പാലത്തിന് ഇവർ ഒന്നുകൂടെ നല്ല രീതിയിലുള്ള ഒരു ജോയിൻറ്റിങ് ഒക്കെ കൊടുക്കുന്നുണ്ട്.
പഴയ പാലത്തിന് ഇതുപോലുള്ള ജോയിൻറ്റിങ് ഇല്ലായിരുന്നു. ഇങ്ങനെ ഒരു കമ്പിയായിട്ട് കൊടുത്തിട്ടാണ് ഇവർ ജോയിൻറ്റിങ് ചെയ്യൽ. അപ്പോൾ നല്ല വൃത്തിയിൽ ജോയിൻറ്റിങ് ചെയ്യുന്നുണ്ട്. ഇപ്പം അതിൻ്റെ വർക്കാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലായിടത്തും ഇപ്പോൾ ജോയിൻറ്റിങ് ആണ് ചെയ്യുന്നത്. അങ്ങോട്ടുള്ള ഭാഗങ്ങളിൽ ഫുള്ളായിട്ട് ജോയിൻറ്റിങ് വർക്കാണ് നടക്കുന്നത്. പാലത്തിന്റെ വീതി വെച്ച് നോക്കുമ്പോൾ അപ്പുറത്തെ പാലം പഴയ പാലാണ്. അതിൻ്റെ ഒരു ചെറിയ വീതി കുറവ് കാണുന്നുണ്ട്. ഈ ഇങ്ങനെയുള്ള ഒരു വാഹനങ്ങൾ നിർത്താൻ പറ്റിയ ഒരു ഭാഗം അതിനുണ്ടാവില്ല. പിന്നെ ഈ പാലത്തിന് വേറൊരു പ്രത്യേകത പറഞ്ഞാൽ ഇതും കൂടെ ഉണ്ട്, ഒരു നടപ്പാതായിട്ട് ഇങ്ങനെ ഒരു ഭാഗം കൂടെ ഉണ്ട്. അതാണ് ആ പാലത്തിന് ഈ ഇവിടെ കാണുന്നൊരു വ്യത്യാസം. പിന്നെ ഇവിടെ ഹോളുകളൊക്കെ ക്ലിയർ ആയിട്ട് ഇട്ടിട്ടുണ്ട്, വെള്ളം ഒഴുകി പോകാനുള്ള നല്ല വൃത്തിയായിട്ട് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മുന്നോട്ട് നോക്കാം. അപ്പോൾ നമ്മൾ പള്ളിപ്പടി ഭാഗത്ത് എത്തിയിട്ടുണ്ട്. പൊന്നാനി പള്ളിപ്പടി ഭാഗത്ത് ഇവിടെ വാഹനങ്ങളുടെ സ്പീഡ് കാണിക്കുന്ന ഒരു ബോർഡൊക്കെ കാണാം നമുക്ക്. ഇതിലൂടെ വാഹനങ്ങൾ പോകുമ്പോൾ ആ വാഹനങ്ങളുടെ സ്പീഡ് ആ ബോർഡിൽ തെളിയുന്നുണ്ട്. കുറച്ച് മുന്നേ ഒരു വാഹനം പോയപ്പോൾ അവിടെ കറക്റ്റായിട്ട് കണ്ടിരുന്നേ. ഇതിൻ്റെ ബോർഡിലേക്കുള്ള ലൈൻ കൊടുത്തത് ഒരു വൃത്തിയായിട്ടില്ല. കാണാം നമുക്ക്. ഇതിൻ്റെ സൈഡിലൂടെ പൈപ്പ് ഇങ്ങനെ കൊടുത്തിട്ടാണ് ഇതായിട്ടുള്ളത്. സാധാരണ ഇതിൻ്റെ താഴ്ഭാഗത്തൂടെയാണ് ഇതിലെ ബോർഡ് എല്ലാ ഭാഗത്തും കറണ്ടിൻ്റെ കണക്ഷനുകളൊക്കെ കൊടുക്കുന്നുണ്ട്. ഒരു വാഹനം വരുന്നുണ്ട്, നമുക്ക് നോക്കാം ബോർഡിൽ തെളിയോന്ന്. ഇവിടെ 53 കാണിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് വീഡിയോയിൽ ക്ലിയർ ആയിട്ട് കാണിക്കാനുള്ള ഒരു ക്ലിയർ ഇല്ലായിരുന്നു. അപ്പം ഇനി ഞാൻ അടുത്ത് വരുന്നു, സൂം ചെയ്ത് പിടിക്കാം. ഒരു കാറ് കടന്നു പോയിട്ടുണ്ട്. ക്ലിയർ കുറച്ച് കുറവാണ്. ആ വാഹനം കടന്നു പോയപ്പോൾ ഇവിടെ 48 കാണിച്ച്. വളരെ കുറഞ്ഞ സ്പീഡിൽ പോകുന്നൊന്നും കാണിക്കുന്നില്ല തോന്നുന്നേ. ഈ ഭാഗത്ത് എത്തുമ്പോൾ ഇപ്പോൾ ആളുകളൊക്കെ ഒന്ന് സ്ലോ ആക്കാൻ തുടങ്ങിയെന്ന് തോന്നുന്നു. അപ്പോൾ കറക്റ്റായിട്ട് അതിൽ വാഹനത്തിൻ്റെ സ്പീഡ് കാണിക്കും. അപ്പോൾ ക്യാമറ ഫൈന് ഒക്കെ നമ്മൾ ശ്രദ്ധിച്ച് ഓടിക്കേണ്ടി വരും ഇനി. അതാണ് പോകുന്ന സമയത്ത് കണ്ടതാണ്. ഇവിടെ ഒരു വീട് പകുതിയാക്കി വെച്ച പോലെ കാണുന്നത്. ഇത് വർക്കിൻ്റെ സമയത്ത് എടുത്തതാണ്. വീണ്ടും അവരൊന്നും ചെയ്തിട്ടില്ല. കാണാൻ നമുക്ക് ഇങ്ങനെ നിർത്തിയത്. എല്ലാ വാഹനങ്ങൾ പോകുന്ന സമയത്തൊന്നും കറക്റ്റായിട്ട് കത്തുന്നില്ല, അതിൽ കാണിക്കുന്നില്ല. ഇപ്പോൾ അവിടെ ഒരു 79 കാണുന്നുണ്ട്. ക്ലിയർ ഇല്ല, കുറച്ച് ചെറിയ. അപ്പോൾ ചില വാഹനങ്ങളൊക്കെ പോകുന്ന സമയത്ത് കാണിക്കുന്നുള്ളൂ, എന്താണെന്ന് അറിയില്ല. നമ്മൾ പുതുപൊന്നാനി പഴയ പാലം റീവർക്കൊക്കെ ചെയ്ത പാലത്തിൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ കാണാം കുറച്ച് വീതി കുറവാണ്. ഇത് പഴയ പാലാണ്. പുതിയ പാലം അപ്പുറത്ത് കാണാം. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ കക്കാട് വരുന്ന, കുരിയാട് ഭാഗത്ത് വരുന്ന, പനമ്പുഴ ഭാഗത്തൊക്കെ വരുന്ന പാലം. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ വാഹനങ്ങളൊന്ന് ചെറുതായിട്ട് സ്പീഡ് കുറയ്ക്കേണ്ടി വരും. വരുന്ന അതേ സ്പീഡിൽ പോകാൻ ഒരുപക്ഷെ പറ്റിക്കൊള്ളണമെന്നില്ല. കാരണം ഇവിടെ എത്തുമ്പോൾ വീതി കുറഞ്ഞു പോകുന്ന ഒരു സ്ഥിതിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പാലങ്ങൾ, പഴയ പാലങ്ങൾ റീവർക്ക് ചെയ്തത് മലപ്പുറം ജില്ലേൻ്റെ ഭാഗത്തൊക്കെ കുറച്ച് ഭാഗത്തൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയും വലിയൊരു വർക്കൊക്കെ വന്നിട്ട് ഇതൊന്നും പൊളിച്ച് പണിയാൻ ഒന്നും ശ്രമം നടത്തിയിട്ടില്ല. ഇവിടെ കാണാൻ നല്ല അടിപൊളിയായിട്ട് ക്രഷ് ബാരിയറുകളൊക്കെ വെച്ചിട്ടുണ്ട്. വെള്ളം ഒഴുകി പോകാനുള്ള ഒരു വഴിയൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ കോൺക്രീറ്റ് ചെയ്ത് ഇവിടെ വലിയൊരു ഫുട്പാത്ത് പോലെ ഒരുക്കിയത് കാണാം. ഈ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഇവിടെ നല്ല രീതിയിൽ ക്രഷ് ബാരിയറുകളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ക്രഷ് ബാരിയറാണ് ഇവിടെ കാണാൻ മുമ്പ് തന്നെ മനസ്സിലാവുന്നുണ്ട്. ഇവിടെ ഒരു ലൈറ്റിൻ്റെ കാലുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ
ഇതിന്റെ മുകളിൽ മണ്ണിട്ട ഭാഗത്ത് മുകളിൽ കോൺക്രീറ്റ് ചെയ്ത് അതുകൊണ്ട് നല്ല സ്ട്രോങ് ആയിരിക്കും. ഇവിടെയൊക്കെ നല്ല ഡബിൾ കോട്ടാണ് കൊടുത്തിട്ടുള്ളത്. കുറച്ച് എക്സ്ട്രാ കൊടുത്ത പോലെ തോന്നുന്നുണ്ട്. കണ്ടില്ലേ, ഇവിടെ 2 എണ്ണൊക്കെയാണ് ഈ ഷീറ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇതാണ് ഈ ഭാഗത്തേക്കുള്ള സർവീസ് റോഡ്. സർവീസ് റോഡ് അങ്ങോട്ട് ഇല്ല, ഈ ഭാഗത്തെ ഇവിടെ വരെ അവസാനിക്കാണ്. ഈ വീടുകൾ ഈ ഭാഗത്തേക്കൊക്കെ വരുന്ന വഴിയാണ്. ഇവിടെ കണ്ടില്ല, സർവീസ് റോഡിനൊക്കെ നല്ല വീതിയുണ്ട്. ഈ ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ 2 ലൈൻ ആയിട്ട് പോകുന്ന രീതിയിൽ ഒരു ലൈൻ മാർക്കിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ടാണ് 3 വരിയായി വരുന്ന വാഹനങ്ങൾ പെട്ടെന്ന് 2 ലൈനായിട്ട് പോവേണ്ടി വരിക. അത് ഇവിടെ ക്രാഷ് ബാരിയറിന്റെ ഭാഗത്തൊക്കെ പൊട്ടിപ്പോയ ഭാഗങ്ങളിലൊക്കെ പോയിന്റിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവര് ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വർക്കാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. വർക്കേഴ്സൊക്കെ അവിടെ ഉണ്ട്. അങ്ങനെയുള്ള വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. പാലത്തിന്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. പാലത്തിന്റെ മുകളിലൂടെയാണ് ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വാഹനങ്ങൾ കടന്നു പോകുന്നത്. ഇവിടെ ഈ ഇലക്ട്രിക് ഇതിന്റെ ലൈറ്റിന്റെ ഒക്കെ കറണ്ട് കൊടുക്കുന്ന ഒരു പൈപ്പാണത്, വയറ് പോകുന്ന. പുഴന്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ വെള്ളം ഒഴുകുന്നുണ്ട്. അപ്പൊ നമുക്കിനി മറ്റുള്ള ഭാഗത്തൂടെ നോക്കിയിട്ട് നിർത്താം. അപ്പൊ നമ്മള് പൊന്നാനി മുതൽ പുതുപൊന്നാനി ഈ പാലത്തിന്റെ ഇവിടം വരെ വന്ന് പുതിയ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾ ആദ്യമായി കാണുന്നവര് വീണ്ടും പറയുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഇവിടെ വരുമ്പോൾ കാണാം ഈ ഭാഗത്ത് കുറച്ച് ഭാഗത്ത് മാത്രമായിട്ട് ഇവിടെ വീണ്ടും ഒരു ഇരുമ്പിന്റെ ക്രാഷ് ബാരിയറാണ് കൊടുത്തുകൊണ്ട്. ഈ ഭാഗം ഇങ്ങനെയാണ് കോൺക്രീറ്റ് ഇങ്ങനെ കരിങ്കല്ല് വിരിച്ച ഒരു ഭാഗമാണ്. ആ ഭാഗത്തൊക്കെ സർവീസ് റോഡ് കുറച്ച് അപ്പുറത്തൂടെയാണ് പോകുന്നത്. നല്ലൊരു വൃത്തിയില് സർവീസ് റോഡ് കാണാം പുഴന്റെ ഭാഗത്തേക്ക് പോകുന്ന. എന്തുകൊണ്ടും അറിയില്ല ഈ ഭാഗത്ത് ഇങ്ങനെ വന്നത്, കുറച്ച് ഒരു വളഞ്ഞൊരു ഭാഗത്ത് ഒരു ആയതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ. അപ്പൊ ഇവിടെ ഇവരിപ്പോ ഹോളുകൾ ഇട്ട് കൊടുക്കണേ, വെള്ളമൊക്കെ ഒഴുകി പോവാനുള്ള. അവിടെയാണ് നമ്മളെ പാലം കഴിഞ്ഞ് ആ ഭാഗത്തായിരുന്നു. അതില് ഇങ്ങോട്ട് വരായിരുന്നു, പക്ഷെ അവിടെ ഇപ്പൊ അവിടെ വർക്ക് നടക്കുന്നതുകൊണ്ട് അവരെ വാഹനങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ഞാൻ ഈ പാലത്തിന്റെ മുകളിലൂടെ തന്നെയാണ് വന്നത്. പാലത്തിന്റെ മുകളിൽ ഞാൻ കാണിച്ചിരുന്നു, പിന്നെ ഇനി കാണിക്കേണ്ടത് വിചാരിച്ചിട്ടാണ്. ഇവിടെയൊക്കെ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇവരെ വർക്ക് നടക്കുന്നതുകൊണ്ട് അതുകൊണ്ടായിരിക്കാം ഇവിടെയൊക്കെ ഇതിന്റെ മുകളിലൊക്കെ കുറെ വേസ്റ്റുകൾ കാണുന്നുണ്ട്. അപ്പൊ എടുത്തു മാറ്റുമായിരിക്കാം. ഇനി വർക്കുകളൊന്നും ഇല്ല. അവിടെ വരെയാണ് ഇതിന്റെ സർവീസ് റോഡ് അവസാനിക്കുന്നത്. അവിടെ ഒരു ചെറിയൊരു പാലം വന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ പൊന്നാനി മുതൽ CV ജംഗ്ഷനിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. പൊന്നാനി CV ജംഗ്ഷനിൽ അവിടുന്ന് ഇവിടം വരെ വരുമ്പോഴുള്ള പുതിയ മാറ്റങ്ങൾ. അപ്പൊ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, വീണ്ടും പറയണേ, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.